ഒടുവിൽ ശാസ്ത്രജ്ഞന്മാർക്കും അത് സമ്മതിക്കേണ്ടി വരുന്നു. അവർ പറയുന്നു, ഭാരതീയ വേദിക് ശാസ്ത്രം പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുന്നുവെന്ന്. ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് പോലും ഇന്ന് അതിനെപ്പറ്റി അറിയില്ല. വേദങ്ങളും ഉപനിഷത്തുകളും മതഗ്രന്ഥങ്ങളല്ലെന്നും അത് പ്രകൃതി, ഭൂമി, മനുഷ്യർ എന്നിവയെ പറ്റിയുള്ള അറിവുകളാണെന്നും ശാസ്ത്രജ്ഞന്മാർ വിവരിക്കുന്നുണ്ട്. പതിനായിരക്കണക്കിന് മുൻപ് വർഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രലോകം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭൂഗോളം അനന്തവും അജ്ഞാതവുമായി കിടക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ഉൽപ്പത്തിയെപ്പറ്റിയും ഒന്നിൽ നിന്നും വികസിപ്പിച്ച് മറ്റെല്ലാം വന്നതെന്നും ഇതുപോലുള്ള അനേക ബ്രഹ്മാണ്ഡങ്ങൾ ഉണ്ടെന്നും ഭാരതീയ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാരെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ബോധശക്തിയാണ് ഈ പ്രപഞ്ചമെന്നുള്ളത് എന്നതാണ്. ഇന്ന് ശാസ്ത്രജ്ഞർ എനർജി അഥവാ ബോധം കണ്ടുപിടിച്ചു. 40,32,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽക്കേ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും നിലനിൽക്കുന്നുവെന്ന ഉപനിഷത്ത് വാക്യങ്ങൾ ഇന്ന് ശാസ്ത്രലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ശരിവച്ചിരിക്കുകയാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ ഇന്ന് ശാസ്ത്രലോകത്തിന് വഴികാട്ടിയായി എന്നുള്ളത് വളരെ സഹായകരവുമാണ്. ഇനിയും ശാസ്ത്രം കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇതിനെ ബലവത്താക്കുന്നതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് 50കളിൽ ഇന്ത്യ സന്ദർശിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞന്റെ വെളിപ്പെടുത്തൽ. നെഹ്റുവിനെ കാണാൻ കുറച്ചു സമയം വേണ്ടി വന്ന അദ്ദേഹം ഗ്രാൻഡ് ഹോട്ടലിൽ സമയം ചെലവാക്കാൻ ചില ഗ്രന്ഥങ്ങൾ വായിക്കുകയും എന്നാൽ അതിശയം കൊണ്ട് അദ്ദേഹം നെഹ്റുവിനോട് പറഞ്ഞത്, എന്റെ 32 വർഷം ഞാൻ വെറുതെ കളഞ്ഞു. എന്റെ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ആരോ നേരത്തെ എഴുതി വച്ചിരിക്കുന്നു. ഈ അറിവുകൾ കൊടുത്തിരിക്കുന്ന എത്രയോ ഗ്രന്ഥങ്ങൾ ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു. ഇവയിൽ നിന്നും ചിലതൊക്കെ അവർ മനസ്സിലാക്കി അത് അവരുടെ കണ്ടുപിടുത്തമായി ലോകത്തോട് അവതരിപ്പിച്ചു. ഭാരത സിദ്ധാന്തങ്ങൾ എന്നും മറ്റു രാജ്യങ്ങൾക്ക് അറിവും ആത്മധൈര്യവും പകരുന്ന ഘടകങ്ങൾ മാത്രമായിരുന്നു. അത് തിരിച്ചറിഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ന് ഭാരതത്തിന്റെ കൂടെ അറിവിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്.